ലോകകപ്പ് ജയിച്ചത് അർജന്റീനയാണോ അതോ മറ്റാരെങ്കിലുമാണോ? ഒരു ചോദ്യം ചോദിക്കട്ടെ. 2025 ക്ലബ് വേൾഡ് കപ്പ് ആരാണ് ജയിച്ചത്? പലരും പറയും ചെൽസി. ശരിയാണ്. ഫൈനലിൽ PSG-യെ 3-0 തോൽപ്പിച്ച് ചെൽസി ജേതാക്കളായി. പക്ഷേ ഞാൻ പറയും യഥാർത്ഥ വിജയി ചെൽസി മാത്രമല്ലെന്ന്. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം. കാരണം ഏറ്റവും വലിയ വിജയി ഫിഫയായിരുന്നു. നമുക്ക് കണക്കുകൾ പരിശോധിക്കാം. ചാമ്പ്യന്മാരായ ചെൽസിക്ക് ലഭിച്ചത് ഏകദേശം $125 മില്യൺ. റണ്ണറപ്പായ PSG-ക്ക് ഏകദേശം 30 മില്യൺ. 32 ക്ലബ്ബുകൾക്കും ചേർന്ന് വിതരണം ചെയ്ത ആകെ സമ്മാനത്തുക ഏകദേശം $1 ബില്യൺ. അതുകൂടാതെ ലോകമെമ്പാടുമുള്ള ക്ലബ് ഫുട്ബോളിന്റെ വളർച്ചയ്ക്കായി ഏകദേശം $250 മില്യൺ സോളിഡാരിറ്റി ഫണ്ടും ഫിഫ മാറ്റിവെച്ചു. ഇത്രയും കേൾക്കുമ്പോൾ തോന്നും വാവ്, വലിയ തുകയാണ്. പക്ഷേ ഇനി മറുവശം നോക്കാം. ടെലിവിഷൻ അവകാശങ്ങളിൽ നിന്ന്, ടിക്കറ്റ് വിൽപ്പനയിൽ നിന്ന്, സ്പോൺസർഷിപ്പുകളിൽ നിന്ന്, ലൈസൻസിംഗിൽ നിന്ന് ഈ ടൂർണമെന്റിലൂടെ മാത്രം ഫിഫ ഉണ്ടാക്കിയ വരുമാനം ഏകദേശം $2.1 ബില്യൺ ആണ്. കളിക്കാർ മൈതാനത്ത് വിയർപ്പൊഴുക്കി, ടീമുകൾ മത്സരിച്ചു, ആരാധകർ ആവേശത്തോടെ ആഘോഷിച്ചു. പക്ഷേ ഏറ്റവും വലിയ വരുമാനം ലഭിച്ചത് കളിച്ചവർക്കല്ല, ആ കളി സംഘടിപ്പിച്ച സ്ഥാപനത്തിനാണ്. ഇവിടെയാണ് നമ്മൾ പലരും കാണാതെ പോകുന്ന ഒരു ജീവിതപാഠം ഒളിഞ്ഞിരിക്കുന്നത്. ഈ ലോകത്ത് കഴിവുള്ള ആളുകൾ ധാരാളമുണ്ട്, കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളും ധാരാളമുണ്ട്. പക്ഷേ എല്ലാവരിലും കൂടുതൽ വരുമാനം നേടുന്നത് പലപ്പോഴും ഏറ്റവും കഴിവുള്ള ആളല്ല, കളിയുടെ നിയമങ്ങൾ സൃഷ്ടിച്ച ആളാണ്. ഇത് ഫുട്ബോളിന്റെ കഥ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെയും കഥയാണ്. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളെ കുറിച്ച് ചിന്തിക്കും. അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കഴിവും സമയവും അധ്വാനവും എല്ലാം കമ്പനിക്ക് നൽകുന്നു. അതിനുള്ള ശമ്പളം അദ്ദേഹത്തിന് ലഭിക്കുന്നു. പക്ഷേ ആ ബിസിനസ് വളരുമ്പോൾ, അതിന്റെ യഥാർത്ഥ മൂല്യം ഉയരുമ്പോൾ ഏറ്റവും വലിയ ലാഭം ലഭിക്കുന്നത് ആർക്കാണ്? ബിസിനസിന്റെ ഉടമയ്ക്ക്. അതുകൊണ്ടാണ് ഒരേ വ്യവസായത്തിൽ ജോലി ചെയ്യുന്ന രണ്ടുപേർക്ക് ജീവിതത്തിൽ ഇത്ര വലിയ വ്യത്യാസം ഉണ്ടാകുന്നത്. ഒരാൾ തന്റെ സമയമാണ് വിൽക്കുന്നത്, മറ്റൊരാൾ ഒരു സിസ്റ്റമാണ് നിർമ്മിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ. ഞാൻ ജോലി ചെയ്യരുത് എന്നല്ല പറയുന്നത്. ജോലി ഒരു മികച്ച തുടക്കമാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ മറ്റൊരാളുടെ സ്വപ്നത്തിന് വേണ്ടി ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഘട്ടത്തിന് ശേഷം നിങ്ങളുടെ സ്വന്തം മൂല്യം സൃഷ്ടിക്കണം? ഈ ചോദ്യമാണ് ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടത്. അപ്പോൾ ഒരു ചോദ്യം വരും, എല്ലാവർക്കും ബിസിനസ് തുടങ്ങാനാകുമോ? ഉത്തരം അതെ എന്നാണ്. പക്ഷേ ഏതെങ്കിലും ഒരു ബിസിനസ് അല്ല, നിങ്ങൾക്ക് അനുയോജ്യമായ ബിസിനസ്. അതിനാദ്യം 3 കാര്യങ്ങൾ വ്യക്തമായിരിക്കണം. ഒന്നാമത്തേത് നിങ്ങളുടെ കഴിവുകൾ. നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രണ്ടാമത്തേത് നിങ്ങളുടെ കരുത്തുകൾ. നിങ്ങളുടെ വ്യക്തിത്വത്തിന് യോജിക്കുന്ന പ്രവർത്തന രീതി ഏതാണ്? മൂന്നാമത്തേത് നിങ്ങളുടെ അഭിനിവേശം. പണം വൈകിയാലും തുടർന്ന് കൊണ്ടുപോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? ഈ 3 കാര്യങ്ങളും ഒരേ ദിശയിൽ വന്നാൽ നിങ്ങൾ ശരിയായ വഴിയിലാണ്. അതിനുശേഷം വേണ്ടത് വെറും കഠിനാധ്വാനം മാത്രമല്ല, ശരിയായ ബ്ലൂ പ്രിന്റ് ആണ്. ധനികർ തലമുറകളായി ചെയ്യുന്നത് അതാണ്. അവർ വെറുതെ കൂടുതൽ ജോലി ചെയ്യുന്നില്ല, ശരിയായ സിസ്റ്റങ്ങൾ നിർമ്മിക്കുന്നു. അവസാനമായി ഒരു ചോദ്യം, നിങ്ങൾ ജീവിതകാലം മുഴുവൻ കളിക്കാരനായി തുടരാനാണോ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ സ്വന്തം കളിയുടെ നിയമങ്ങൾ സൃഷ്ടിക്കുന്ന ആളാകാനാണോ? കാരണം വിജയം കൂടുതൽ അധ്വാനിക്കുന്നവർക്കല്ല, ശരിയായ രീതിയിൽ മൂല്യം സൃഷ്ടിക്കുന്നവർക്കാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമന്റായി രേഖപ്പെടുത്താം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.